അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സൂറത്തുൽ ഫലഖിലെ അവസാന 2 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകൾ നിങ്ങളെല്ലാവരും അർത്ഥം പറഞ്ഞ് അതിൻ്റെ വിശദീകരണം പഠിച്ചു കാണും. അതൊക്കെ അധ്യാപകർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലെ അടുത്ത ആയത്തുകളായ 4-ാമത്തേതും 5-ാമത്തേതും ആണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ 2 ആയത്തുകളാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥം, ഇതിൽ പുതിയതായി വന്ന വാക്കുകൾ എന്നതാണ് നാം ആദ്യം മനസ്സിലാക്കുന്നത്. പുതിയതായി വന്ന വാക്ക് ഏതാണ്? നഫ്ഫാസാത്ത്. നഫ്ഫാസാത്ത് എന്ന് പറയുന്നത് പുതിയ വാക്കാണ്. ഊതുന്നവർ. വമിൻ ശർരി എന്ന വാക്ക് ഷർറ് നാം പഠിച്ചതാണ്, ഉപദ്രവം, നാശം എന്നതൊക്കെ. അപ്പോൾ പുതിയ വാക്ക് നഫ്ഫാസാത്ത്, ഊതുന്നവർ. ഫിൽ ഉഖദ്. ഉഖദ് എന്താ? ഉഖദ് കെട്ടുകൾ. ഫി എന്ന് പറയുമ്പോൾ അത് ഇൽ എന്ന അർത്ഥത്തിൽ വരുന്നതാണ് എന്ന് നാം സൂറത്തുൻ നാസിൽ പഠിച്ചിട്ടുണ്ട്. ഫി സുദൂരിൻ നാസ്, ജനങ്ങളുടെ നെഞ്ചുകളിൽ അഥവാ ഹൃദയങ്ങളിൽ ഇൽ എന്നതിന് വേണ്ടി ഫി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിൽ ഉഖദ് എന്ന് പറയുമ്പോൾ കെട്ടുകളിൽ എന്നായി. വമിൻ ശർരി, മിൻ എന്നാൽ നമുക്കറിയാം ഫ്രം എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്ന അറബിയിൽ പ്രയോഗിക്കുന്ന വാക്കാണ്, ഹർഫാണ് മിൻ. ഇപ്പം മിൻ ശർരി എന്ന് പറയുമ്പോൾ ഉപദ്രവത്തിൽ നിന്നും. അപ്പം നഫ്ഫാസാത്ത് ഊതുന്നവർ, ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും. ശർരിൻ നഫ്ഫാസാത്തി, ശർരിൻ നഫ്ഫാസാത്തി, കെട്ടുകളിൽ ഊതുന്ന. ഫിൽ ഉഖദ് കെട്ടുകളിൽ. അപ്പോൾ കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും. ഇതാണ് ആയത്തിൻ്റെ മൊത്തമായ അർത്ഥം. അപ്പോൾ നഫ്ഫാസാത്ത്, ഉഖദ്, ഈ 2 വാക്കുകളാണ് നിങ്ങളിവിടെ പഠിക്കേണ്ടത്. എന്താണ് വമിൻ ശർരിൻ നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? കെട്ടുകളിൽ ഊതുക. മന്ത്രവാദിനികൾ ഉറുക്ക്, ചരട് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അതിലൂതി ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസവും മറ്റും പ്രചരിപ്പിക്കുന്ന ആളുകളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഖുർആനിനെ വിശദീകരിച്ചിട്ടുള്ള മുഫസ്സിറുകൾ. ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ എന്ന് പറയുന്നത് ഖുർആനിനെ വിശദീകരിച്ചിട്ടുള്ള വ്യാഖ്യാതാക്കൾക്കാണ് നാം മുഫസ്സിറുകൾ എന്ന് പറയുക. അപ്പോൾ പണ്ഡിതന്മാർ ആ രൂപത്തിലാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുക, മന്ത്രവാദവും അതുപോലെ തന്നെ ആഭിചാര പ്രക്രിയ എന്നൊക്കെ പറയുന്ന സിഹർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പേടിയുണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളെ പലതരത്തിലുള്ള ഉപദ്രവങ്ങളും ഏൽപ്പിക്കാൻ കഴിയും എന്ന മിഥ്യാധാരണ ജനങ്ങൾക്കിടയിൽ പുലർത്തുകയും പ്രചരിപ്പിക്കുകയും അങ്ങനെ ജനങ്ങളെ പലതരത്തിലുള്ള മാനസികമായ പ്രയാസങ്ങളുണ്ടാക്കി ഭയപ്പെടുത്തുന്ന കൂട്ടർ. ഇവരാവാം ഒരു തരത്തിൽ ഇവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള നഫ്ഫാസാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടുകളിൽ ഊതുക എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ ബന്ധങ്ങളുള്ള, നല്ല സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയുന്ന, ബന്ധങ്ങളായി കഴിയുന്ന, ആ കെട്ടുകളായി നിൽക്കുന്ന ആ ബന്ധങ്ങളെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് അതിലിടയിൽ പരദൂഷണവും മേഷണയൊക്കെ ആയിട്ട് ആ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന, ജനങ്ങളുടെ ബന്ധങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള ആളുകളെയും ആവാം. അത്തരത്തിലുള്ള ആളുകളുടെ ഉപദ്രവത്തെ സംബന്ധിച്ചുമാവാം ഈ ആയത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതാണ് മറ്റു ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, മറ്റു ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ
അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി, അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് അതീതമായി, അള്ളാഹു തീരുമാനിച്ചാലല്ലാതെ ഒരു മന്ത്രവാദിക്കോ ഒരു ആഭിചാര പ്രക്രിയ നടത്തുന്ന വ്യക്തിക്കോ ഏതെങ്കിലും ആളുകളെ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയില്ല. ഭൗതികമായ വല്ല മാർഗേണ നേർക്കുനേരെ കഴിയുന്ന ഉപദ്രവമല്ലാതെ ഏതൊരു ദുശക്തികൾക്കും ഏതൊരു ശക്തിക്കും സൃഷ്ടികളിൽ ആർക്കും തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് അതീതമായി ഏതെങ്കിലും തരത്തിലുള്ള അഭൗതികമായ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആരെങ്കിലും മന്ത്രവാദം ചെയ്താൽ നമുക്ക് ഉപദ്രവമുണ്ടാകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ ഒരു അർത്ഥത്തിലല്ല നാം അതിനെ മനസ്സിലാക്കേണ്ടത്. മറിച്ച് അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന മാനസികമായും അതുപോലെ തന്നെ ഭൗതിക മാർഗേണയുമുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്കുണ്ടാവുന്ന ഉപദ്രവങ്ങൾ, അത് അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ. അങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണ് ഇവിടെ നമ്മോട് ഈ ആയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് നമുക്ക് ചില വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ ആ ആയത്ത് കൂടി പഠിക്കുന്നത് നന്നായിരിക്കും. വിശദമായ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യവും കൂടി നാം ഇവിടെ സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത്, വത്തബഉ മാ തത്ലു ശയാത്വീനു അലാ മുൽക്കി സുലൈമാൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു ചില മുഅ്ജിസത്തുകൾ അഥവാ മറ്റ് മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ പ്രവാചകത്വം തെളിയിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാർക്ക് മാത്രമായി അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവരിലൂടെ സംഭവിക്കുന്ന അമാനുഷികമായ സംഭവങ്ങൾ എന്ന നിലയ്ക്ക് അള്ളാഹു ചില വെളിപ്പെടുത്തലുകൾ, ചില അഭൗതികമായ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ചില പ്രത്യേകമായ മുഅ്ജിസത്തുകൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിക്ക് അള്ളാഹു നൽകിയിരുന്നു. ജിന്നുകളുടെയും എഴുത്തുകൾ, മൃഗങ്ങളുടെ ഭാഷ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആധിപത്യം, അദ്ദേഹത്തിൻ്റെ അധികാരം വിശാലമായിരുന്നു എന്നൊക്കെ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് സുലൈമാൻ നബിക്ക് ഈ രൂപത്തിലുള്ള ചില മന്ത്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകൾ എന്ന് ചില പിശാചുക്കൾ പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പറയും, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. സുലൈമാൻ നബി അലൈഹി സ്വലാമയുടെ ആധിപത്യത്തെ സംബന്ധിച്ച് പിശാചുക്കൾ ഓതിക്കൊടുത്തതിനെ അവർ ഫോളോ ചെയ്തു, അവർ പിന്തുടർന്നു. വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്ത്. വമാ കഫറ സുലൈമാൻ നബി നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം ഇതുപോലെയുള്ള നിഷേധത്തിൻ്റെതായിട്ടുള്ള ഒരു നടപടികൾ എടുക്കുകയോ ഒരു പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല. വലാകിന്ന ശയാത്തീന, പക്ഷേ പിശാചുക്കളാണ് നിഷേധിച്ചത്. കഫറു, അവരാണ് നിഷേധിച്ചത്. യുഅല്ലിമൂന അന്നാസ സിഹ്റ, അവർ ജനങ്ങൾക്കിടയിൽ സിഹ്റിനെ, ഈ ആഭിചാര പ്രക്രിയയെ പഠിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്ത്. 2 മലക്കുകൾ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഒരു സമുദായത്തിന്, ഇസ്രായേൽ സമൂഹത്തിനിടയിൽ ഇറങ്ങിയ ആ 2 മലക്കുകൾ, ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന മലക്കുകൾ ജനങ്ങൾക്കിടയിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു വിദ്യ പഠിപ്പിച്ചിരുന്നു. അത് ജനങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിനെയും ഇവർ ജനങ്ങൾക്കിടയിൽ അതായിരുന്നു ഇവർ പിന്തുടർന്നത് എന്നാണ് പറയുന്നത്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ. പക്ഷേ ആ 2 മലക്കുകളും ജനങ്ങൾക്കിടയിൽ അത് പഠിപ്പിക്കുമ്പോൾ അതൊരു പരീക്ഷണമാണ് എന്നും നിങ്ങൾക്ക് ഇതൊരു ഫിത്നയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരത് പഠിപ്പിച്ചത്. ഇന്നമാ നഹ്നു ഫിത്ന, ഞങ്ങൾ നിങ്ങൾക്കിടയിൽ ഒരു പരീക്ഷണം, ഫലാ തക്ഫുർ, അതുകൊണ്ട് നിങ്ങൾ നിഷേധിക്കരുത്. വച്ചാൽ ഈ പ്രക്രിയയിൽ ഏർപ്പെടുന്നത് ഒരു നിഷേധമാണ് എന്ന സ്വരത്തിൽ അവരെ ഉദ്ബോധിപ്പിച്ചാണ് ഈ പരീക്ഷണ പ്രക്രിയ അവരെ പഠിപ്പിച്ചത്. ഫയതഅല്ലമൂന മിൻഹുമാ ഫയുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ഫയതഅല്ലമൂന മിൻഹുമാ, ആ 2 മലക്കുകളിൽ നിന്ന് പഠിച്ച പ്രക്രിയ എന്തായിരുന്നു?
മാ യുഫരിഖൂന ബിഹി, ആ പ്രക്രിയ മുഖേന ബൈനൽ മർഇ വ സൗജി, ഭർത്താവിനെയും ഭാര്യയെയും ഒരു മനുഷ്യനെയും അവൻ്റെ ഇണയെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഭാര്യയെ മറ്റൊരുത്തൻ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് അവനിൽ നിന്നും അവളെ അകറ്റിക്കൊണ്ട് തന്നിലേക്ക് വശീകരിക്കുന്ന ഒരു തരത്തിലുള്ള പ്രക്രിയ, കുടുംബഛിദ്രതയുണ്ടാക്കുന്ന, ഭാര്യാഭർത്താക്കന്മാരിടയിൽ കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് തന്നിലേക്ക് വശീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയായിരുന്നു. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ അള്ളാഹു ഒരു ജനതയ്ക്ക് നൽകിയ സംഭവമായിരുന്നു. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ അടുക്കിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ വന്ന മലക്കുകൾ യുവാക്കളുടെ രൂപം പ്രാപിച്ച് ആ ജനതയിലേക്ക് വന്നതുപോലെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ സംഭവിച്ചതാണ്. വമാഹും ബിദ്വാരീൻ എന്നൊരു ഖുർആൻ പറഞ്ഞത് വമാഹും ബിദ്വാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ല. വമാഹും ബിദ്വാരീന, അവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കാൻ കഴിയില്ല, മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുവാദത്തോട് അല്ലാതെ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും പ്രക്രിയ മുഖേനയോ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും സംഭവം മുഖേനയോ ഒരു തരത്തിലുള്ള ഉപദ്രവവും ജനങ്ങൾക്ക് എന്തെങ്കിലും ഏൽപ്പിക്കാൻ അവർക്ക് കഴിയുകയില്ല എന്ന് വിശുദ്ധ അടിവരയിട്ട് ഇവിടെ പറയുന്നു. വയത്ത അല്ലമൂനമായ ദുർഹും വലായം ഫവും, അവർ പഠിച്ച ഈ ആഭിചാര പ്രക്രിയ എന്നുള്ളത് തീർത്തും ഉപകാരമോ അവർക്ക് ഉപദ്രവമോ ചെയ്യാത്തതാണ്. വലഖദ് അലിമു ലമനിഷ്തറാഹു മാ ലഹു ഫിൽ ആഖിറ മിൻ ഖലാഖ്, തീർച്ചയായും അലിമു ലമനിഷ്തറാഹു, അവർ അതിനെ അറിഞ്ഞു, മാ ലഹു ഫിൽ ആഖിറ മിൻ ഖലാഖ്, അത് അന്ത്യദിനത്തിൽ അവർക്ക് യാതൊരു ഗുണവുമില്ലാത്തതാണ്. വലബിഅസ മാ ശറൂ ബിഹി അൻഫുസഹും, അവരുടെ സ്വന്തത്തിന് വേണ്ടി അവർ വാങ്ങിയത് എത്ര മോശമാണ്. ലൗ കാനൂ യഅലമൂൻ, അവർ അറിയുന്നവരാണ് എങ്കിൽ. ഇവിടെ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, വമാഹും ബിദ്വാരീന ബിഹി, അത് മുഖേന ഒരു ഉപദ്രവവും അവർക്ക് ഏൽപ്പിക്കുവാൻ കഴിയുകയില്ല, മിൻ അഹദിൻ, ഒന്നിൽ നിന്നും, ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുവാദത്തോടെയല്ലാതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദം കൊണ്ട് മാത്രമേ ഏതെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ഭൗതികമായ മാർഗത്തിലാണെങ്കിലും അഭൗതികമായ മാർഗത്തിലാണെങ്കിലും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മന്ത്രവാദിന് നമ്മെ എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഏൽപ്പിക്കാൻ മന്ത്രം ചെയ്തു എന്നതിൻ്റെ പേരിൽ നമുക്ക് അത് ഏൽക്കുമെന്നോ അതിൻ്റെ പേരിൽ നാം ഭയപ്പെടേണ്ടതുണ്ട് എന്നോ നാം മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹുവിൻ്റെ ഖദറില്ലാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. അവൻ്റെ ഖദറോട് കൂടി മാത്രമേ സംഭവിക്കുകയുള്ളൂ. മറിച്ച് ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത മനുഷ്യനെ മാനസികമായ ഒരു തരത്തിലുള്ള ഭയപ്പെടുത്തലുകൾ നടത്താൻ അവർക്ക് കഴിയുന്നു. അതോടൊപ്പം തന്നെ ഭൗതിക മാർഗേണ ഈ രൂപത്തിലുള്ള പ്രക്രിയ നടത്തുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കാനുള്ള ശ്രമങ്ങളിലും അവർ ഏർപ്പെട്ടുകൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറയുമ്പോൾ അവരുടെ കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ തേടണം എന്ന് ആവശ്യപ്പെടുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത ആയത്ത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. വമിൻ ശർ എന്താണ്? പുതിയ വാക്ക്. ഹാസിദും ഹസദ്. ഹാസിദ് പുതിയ വാക്കാണ്. അസൂയാലു, അസൂയപ്പെടുന്നവൻ എന്നാണ് ഹാസിദ്. ഇദാ എന്നാൽ ആൽ എന്ന് പറഞ്ഞ് അർത്ഥം വരുന്നതാണ്. ഇനിയും ചില സൂറത്തുകളിൽ വരാം. ഇദാ ജാ വന്നാൽ. ഇദാ ഹസദ അസൂയപ്പെട്ടാൽ. ഹസദ പറഞ്ഞാൽ അസൂയപ്പെട്ടു, അസൂയ കാണിച്ചു. അപ്പോൾ ഇദാ ഹസദ അസൂയ കാണിച്ചാൽ. അപ്പോൾ അസൂയ കാണിച്ചാൽ, അസൂയാലു അസൂയ കാണിച്ചാൽ അവൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ തേടാൻ വേണ്ടിയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് ഉണ്ടായ നന്മ അയാളിൽ നിന്നും ഇല്ലാതാവണം, ഒരാൾക്കുണ്ടായ നേട്ടം അത് അയാളിൽ നിന്നും ഇല്ലാതാവണം എന്ന ഒരു ദുഷിച്ച മനസ്സാണ്, ചിന്തയാണ് അസൂയ എന്ന് പറയുന്നത്. അത് സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ല. ഒരാൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരു സത്യവിശ്വാസി സന്തോഷിക്കുകയാണ് വേണ്ടത്. നമുക്കും അതുപോലെയുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാം, അതേസമയം അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതേസമയം അയാൾക്കുണ്ടായ അനുഗ്രഹം അയാളിൽ നിന്ന് ഇല്ലാതായിട്ട് എനിക്കുണ്ടാവണം എന്നുള്ള ആ ആഗ്രഹത്തെയാണ് നാം പാടില്ല എന്ന് പറയുന്നത്. ഒരാൾക്കുണ്ടായ അനുഗ്രഹം അത് അയാളിൽ നിന്ന് ഇല്ലാതായി അതെനിക്കുണ്ടാവണം, ഒരു സ്വാർത്ഥത. ഇത് മനുഷ്യൻ്റെ തെറ്റായ ഒരു ചിന്താഗതിയാണ്. ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളുകൾ മനുഷ്യൻ്റെ ഇടയിൽ
പലതരത്തിലുള്ള കുഴപ്പങ്ങൾക്കും കാരണമാവും. പല തിന്മകളും ചെയ്യാൻ അത് പ്രേരണ ഉണ്ടാക്കുന്നതാണ് ഈ അസൂയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം. അപ്പോൾ അസൂയാൽ നമ്മെ എന്നും ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാക്കുന്നതിന് വേണ്ടി കാത്തിരിക്കും. അപ്പോൾ അവനുണ്ടാക്കുന്ന ആ ഉപദ്രവങ്ങൾ ഏത് സന്ദർഭത്തിലും നമുക്കുണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ അസൂയാലുവിൻ്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വൽ ഹസദ്, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത്ത്, തീർച്ചയായും ഹസദ് അഥവാ അസൂയ യഅകുലുൽ ഹസനാത്തി കമാ തഅകുലുൻ നാറുൽ ഹതബ്, അത് വിറകിനെ എങ്ങനെ തിന്നു നശിപ്പിക്കുന്നുവോ അതുപ്രകാരം മനുഷ്യൻ്റെ നന്മകളെ ഈ അസൂയ തിന്നു നശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉപദ്രവം ചില ആളുകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. അവൻ നമ്മെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അവൻ്റെ അസൂയ മൂലം നമുക്ക് പല നഷ്ടങ്ങളും സംഭവിക്കാൻ, പല കോട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അസൂയാലുവിൻ്റെ അസൂയയിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷപ്പെടാൻ നാം നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ബാക്കി സൂറത്ത് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.